ഞാനും എൻ്റെ ഭാര്യയും വോട്ട് ചെയ്തു. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് ഒരു ഭരണമാറ്റത്തിനുള്ള തെരഞ്ഞെടുപ്പാണ്. ഞാനിന്ന് മുഖ്യമന്ത്രി വോട്ട് ചെയ്തിട്ട് അദ്ദേഹം പുറത്തു വന്ന് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കുന്നവരാണ് മണിക്കൂറുകളെടുത്ത് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചത്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പോലും ഒരാത്മവിശ്വാസം നഷ്ടപ്പെട്ടു. മൂന്നാമതൊഴും കിട്ടത്തില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പോളിംഗ് നടക്കുന്ന ദിവസം പോലും അദ്ദേഹം വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ നടത്തിയ ഒരു തനി ആവർത്തനം ഇന്നും നടത്തിയത്. ഞാൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയോടുകൂടി, അതായത് 100-ന് പുറത്ത്, ഒരുപക്ഷെ 1977 സംഭവിച്ച പോലെ 111 സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരാനുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഒരു മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുമ്പോൾ ഒരു ഈട്ടിത്തടി നിന്നാൽ ആ ഈട്ടിത്തടി കടപുഴകി പോകുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ MLA-മാരുടെ പെർഫോമൻസ് ഒന്നും ഒരു വിഷയമാക്കുന്നില്ല. ജനങ്ങൾ ഭരണം ഒരു വിഷയമാക്കുന്നില്ല. കഴിഞ്ഞ 10 കൊല്ലക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൽ നിന്നൊരു മോചനം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മോചനത്തിന് UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുക എന്ന ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അതുകൊണ്ട് ആ മാർഗം അവർ അവലംബിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായ ഒരു തരംഗം തന്നെ കേരളത്തിലുണ്ടാകും. മാത്രമല്ല, നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു പാഠവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉൾക്കൊണ്ടിട്ടില്ല. ഇത്തവണ നമുക്കറിയാം, ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഉണ്ടാകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസംഗം അടക്കം. ഇപ്പോൾ ഏറ്റവും അവസാനം BJP-ക്കാർ കൊണ്ടുവന്ന ഫോറിൻ റെഗുലേഷൻ ആക്ട് ഉണ്ടല്ലോ, അപ്പോൾ അതും വളരെ ഗുരുതരമായ ഭവിഷ്യത്താണ് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ഒരു വശത്ത്, അതുപോലെ തന്നെ വർഗീയ ശക്തികളെ മുഴുവൻ സ്വാധീനിക്കാൻ അവർ ശ്രമിച്ചു. ശ്രമിച്ചിട്ട് അത് UDF-ൻ്റെ തലയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും എന്ന് ഒരു ചൊല്ലുണ്ട്. ഇവിടെ പൗലോസ് പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് വെൽഫെയർ പാർട്ടിയെ തൊട്ടാൽ ശുദ്ധമാണ്. അദ്ദേഹം ജമാഅത്തിലെ പുണർന്നാൽ അത് ശുദ്ധമാണ്. അദ്ദേഹം PDP-യുമായി ചങ്ങാത്തം ഉണ്ടാക്കിയാൽ അതെല്ലാം വർഗീയ വിരുദ്ധതയാണ്. പക്ഷേ ആരെങ്കിലും ഒരാൾ കേരളത്തിൽ UDF-ന് അനുകൂലമായി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അത് വർഗീയതയായി ആളിക്കത്തിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പോലും ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലേക്ക് വരും, അതിന് ഒരു സംശയവും ആർക്കും വേണ്ട. പക്ഷേ പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ച ദൃശ്യങ്ങൾ ഞാൻ എല്ലാ ചാനലിലും കണ്ടത് പാലക്കാട്ടാണ്. പാലക്കാട്ട് ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ കാറിൽ പണം കൊണ്ടുവന്ന് കാറിൽ സഞ്ചരിച്ചൊരു സ്ത്രീയെ കൊണ്ട് പണം കൊടുത്ത് വോട്ട് പിടിക്കാൻ ശ്രമിച്ചു. കയ്യോടെ പിടിച്ചതിന് ശേഷം അവർ നടത്തിയ പ്രസ്താവനകൾ ഓരോന്നും ജനാധിപത്യത്തിന് അപമാനമാണ്. അത് പിന്നെ നമ്മൾ പറയത്തില്ലേ, അരി തിന്നതും പോരാ, കടിച്ചതും പോരാ, പിന്നെയും നായിക്കാണ് മുറിവുറുപ്പെന്ന് പറഞ്ഞ കണക്ക് അവർ പിന്നെ എന്തെല്ലാമോ പുലമ്പുന്ന കണ്ടു. പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാൻ പറ്റുന്നൊരു ചൊല്ലുണ്ട്. അവർ ജനാധിപത്യ സമൂഹത്തിനൊരു അപമാനമാണ്. BJP-ക്ക് അവരൊരു മുതൽക്കൂട്ടാണ്. കാര്യം BJP-യുടെ ഒരു തൊഴിലിൻ്റെ ഭാഗമാണല്ലോ ഈ പണം കൊടുക്കുക. പണാധിപത്യത്തിലൂടെ ജനാധിപത്യം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ആ സ്ത്രീ എന്തൊക്കെയാണ് പറഞ്ഞത് അവരുടെ മകൻ്റെ പ്രായമുള്ള കുട്ടികളെക്കുറിച്ച്? ആ കുട്ടികൾക്ക് ഇത്തവണ ഈ സോഷ്യൽ മീഡിയയിൽ അവാർഡ് കൊടുക്കുന്ന ആ കുട്ടികൾക്ക് കൊടുക്കണം. എത്ര മനോഹരമായിട്ടാണ് കാറിൽ നിന്ന് ഇറങ്ങുന്നത്, പണം കൊടുക്കുന്നത്, തിരിച്ചു പോകുന്നത്. ഇവരാരാ കുട്ടികളുടെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കാൻ? ഇവരാരാണ്? ഇവർക്ക് ആരാണ് അധികാരം കൊടുത്ത് ആ കുട്ടികളുടെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുമെന്ന് പറയാൻ? അപ്പോൾ ഒരു അബദ്ധം പറ്റി. കേരളത്തിൻ്റെ പൊതുജന സമൂഹത്തോട് മാപ്പ് പറയണം, അവരെ അയോഗ്യരാക്കണം. ഞാൻ ചോദിക്കട്ടെ, പണവും കൊണ്ടുവന്ന അവരുടെ കാറിലാണ്, ആ പണം കൊണ്ടുവന്ന സ്ത്രീ സഞ്ചരിച്ച അവരുടെ കാറിലാണ്. ആ കാർ എന്തുകൊണ്ട് പോലീസ് കസ്റ്റഡി എടുത്തില്ല? പോലീസ് കസ്റ്റഡി എടുക്കണ്ടേ? കേസെടുക്കണ്ടേ? കേസെടുത്ത ആ വാഹനം പോലീസ് സ്റ്റേഷൻ ഇടണ്ടേ? ബാക്കിയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ അനുസരിച്ച് നടക്കട്ടെ. പക്ഷെ പോലീസ്, അതാണ് ഞാൻ പറഞ്ഞത്, BJP-യും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒരു രഹസ്യ ബാന്ധവമുണ്ട്. അതിൻ്റെ ഫലമാണല്ലോ
കയ്യോടെ തൊണ്ടി സഹിതം പിടിച്ചിട്ട് ആ വാഹനം കസ്റ്റഡിയിൽ എടുക്കാനോ ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്യാനോ തയ്യാറായല്ലോ. സ്ഥാനാർത്ഥിയെ വിട്ടേക്ക്, അവർ പോയി വോട്ട് പിടിക്കട്ടെ. പക്ഷേ ആ സ്ത്രീ, പണം കൊടുത്ത സ്ത്രീ, അവർ BJPയുടെ അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അവരെ കസ്റ്റഡി എടുക്കാനും വാഹനം കസ്റ്റഡി എടുക്കാനും പോലീസ് തയ്യാറാക്കാത്തതിന് കാരണം ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.